ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെജിറ്റബിൾ നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നൂഡിൽസ് പൊതുവെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും. എന്നാൽ വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് പൊതുവെ മടിയുമായിരിക്കും. അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളിനി നൂഡിൽസ് തയ്യാറാക്കി നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നൂഡിൽസാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ്: ഒരു വലിയ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, അതുപോലെ 4 ബീൻസ്, ഒരു വലിയ ക്യാരറ്റ്, ഒരു കുഞ്ഞു തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നൂഡിൽസ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചൂടായ കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യണം. നമ്മൾ ഏത് ഓയിലെടുത്താലും പ്രശ്നമില്ല. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു കുഞ്ഞു സവാളയുടെ പകുതി ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് നമ്മളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ക്യാബേജ് വേണമെങ്കിൽ അത് ചേർക്കാം, ക്യാപ്സിക്കം ചേർക്കാം, ഇതൊക്കെ ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ലവണ്ണം വെന്ത് വരണ്ട, ഒരു ഹാഫ് വേവായാൽ മാത്രം മതി. ഇനി നമുക്ക് ഈ പച്ചക്കറിയിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നൂഡിൽസിൽ പൊതുവേ ഉപ്പുണ്ടാവും, അപ്പോൾ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് നേരം മാത്രം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ചെറുതായിട്ടാണ് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി ഇതിലോട്ട് ആഡ് ചെയ്യണം. ഇത് തികച്ചും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. കാരണം നമ്മൾ ഇതിലോട്ട് ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും വെജിറ്റബിൾസ് കുക്കായി കിട്ടിയാൽ മതി. ഇനി നമ്മൾ നൂഡിൽസ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന മസാലപ്പൊടികൾ തന്നെയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. കൂടെ ഞാൻ ഇതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ വരെ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ നൂഡിൽസ് കുറച്ചൊന്ന് സ്പൈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചേർക്കുന്നത്. അതും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന നൂഡിൽസിൻ്റെ കവറിന് പുറത്ത് എഴുതിയിട്ടുണ്ടാവും, എത്ര വെള്ളം ചേർക്കണമെന്ന് എഴുതിയിട്ടുണ്ടാവും. അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ പൊതുവേ നൂഡിൽസ് തയ്യാറാക്കുന്നവരാണെങ്കിൽ അവർക്ക് വെള്ളത്തിൻ്റെ അളവ് നോക്കാതെ തന്നെ മനസ്സിലാവും. ഞാനിപ്പോൾ 3 നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ കവറിൽ 4 പീസ് ഉണ്ടായിരുന്നു, അതിൻ്റെ 3 പീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് നിങ്ങൾ കട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ എടുത്താലും മതി. ഞാനിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 മിനിറ്റ് നേരത്തേക്ക് നമ്മളിത് ഇളക്കി കൊടുക്കാതെ, മിക്സ് ചെയ്ത് കൊടുക്കാതെ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് സോഫ്റ്റായിട്ട് വരും. ആ ടൈമിലാണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടോ, ഇതിപ്പോൾ ഏകദേശം ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒട്ടും തന്നെ വെള്ളം കൂടിപ്പോവാൻ പാടില്ല, അതുപോലെ വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ ആ കവറിന് പുറത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
പൊതുവെ മിക്ക കുട്ടികൾക്കും വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടിയിട്ട് മടിയായിരിക്കുമല്ലോ. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നൂഡിൽസ് തയ്യാറാക്കുന്നതെങ്കിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന ടൈമിൽ നന്നായി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നൂഡിൽസിൽ വെജിറ്റബിൾസ് ചേർത്തിട്ടുണ്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവുക പോലും ചെയ്യരുത്. ആ രീതിക്ക് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി പച്ചക്കറി ഇഷ്ടമുള്ള കുട്ടികൾക്കാണ് നൂഡിൽസ് തയ്യാറാക്കുന്നതെങ്കിൽ ഞാൻ ഈ ചേർത്തതുപോലെ കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെയാകുമ്പോൾ നൂഡിൽസ് കഴിക്കുന്ന ടൈമിൽ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പച്ചക്കറി ഏതൊക്കെ ചേർക്കാം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ളത് മാത്രമാണ് ഞാൻ ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അവസാനമായിട്ട് അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഞാൻ ഈ നൂഡിൽസ് ചൂടോടുകൂടി തന്നെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ വളരെ ടേസ്റ്റിയാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇനി നൂഡിൽസ് തയ്യാറാക്കുന്ന ടൈമിൽ ഇതുപോലെ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് ഒരു നൂഡിൽസ് തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തുടർന്ന് ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ കാണിക്കും. അതുകൂടി ഇനേബിൾ ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിലെ മുകളിലത്തെ ഓപ്ഷനായ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയാകുമ്പോൾ ഞാനിരുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും. താങ്ക് യു.